ശ്രീനിവാസൻ എന്ന വ്യക്തിയെ, ഒരു നടൻ എന്ന് ഞാൻ പറയുന്നില്ല, മനഃപൂർവ്വം പറയാത്തതാണ്, ഒരു അപ്പം തന്നാ പോരെ കുഴി എണ്ണണോ? നിനക്കിപ്പോ മനസ്സിലായല്ലോ ഞാൻ ആരാണെന്ന്. സിനിമകളിലൊന്നും വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ പോലും വേദികളിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരം, അതായത് സുതാര്യമായ സംസാരം, വെച്ചുകെട്ടലില്ലാത്ത ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള വേഷവിധാനം, എല്ലാവരോടും വളരെ കൂളായിട്ട് തുറന്നടിച്ച് സംസാരിക്കുന്ന പ്രകൃതം. ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല, നിറകുടം തുളുമ്പും എന്നല്ലേ പ്രമാണം. പിന്നെ ചിലപ്പോഴെങ്കിലും ശുദ്ധമായിട്ടുള്ള ഫലിതങ്ങൾ പലപ്പോഴും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ അദ്ദേഹം ശ്രദ്ധേയനായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഷീലു എബ്രഹാം എന്നൊരു നടി, അവർ നടിയാണ്, പിന്നെ അവരുടെ ഭർത്താവിന്റെ പണം മുടക്കി അവർ കുറെ സിനിമയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഏത് കാര്യത്തിനും അതിന്റേതായ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇവരിരുന്ന് വളരെ ബുദ്ധിമുട്ടോടെ ദുഃഖത്തോടെ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോൾ അവിടെ ഇരുന്ന് ഈ ഊളച്ചിരിച്ചിരിക്കുക എന്ന് പറയില്ലേ, ഒരാളെ കളിയാക്കി ചിരിക്കുക എന്ന് പറയില്ലേ, അത് വിറ്റിട്ടാണ് രക്ഷപ്പെട്ട് നമ്മളൊരു വാടക വീട്ടിലോട്ട് മാറി. അത് മോശമായി പോയി. ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണരുത്. നീ അങ്ങനെ കൊണ്ട് കടന്ന് ചിന്തിക്കണ്ട. മോശമായി പോയെന്നോ? ഈ കളിയാക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും കൂടെ എന്റെ നേർക്ക് പാഞ്ഞെടുക്കും. കുറെ പേര്, നീ 24 മണിക്കൂറും രാഷ്ട്രീയക്കാരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നവളല്ലേ ഇത് പറയുന്നതെന്ന്. അങ്ങനെയാണല്ല, ആരിൽ നിന്നും ഒന്നും പഠിക്കില്ല, മറ്റുള്ളവർക്ക് പലതും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അത് പൊട്ടുമ്പോഴാണല്ലോ അതിൽ നിന്ന് സ്പാർക്ക് ഉണ്ടാവുന്നത്, തീ ഉണ്ടാവുന്നത്, ആൾക്കാർക്ക് സന്തോഷം, ഒരു കാഴ്ചയാവുന്നത്. അപ്പൊ ഒരു ഔചിത്യ ബോധം എന്ന് പറയും അല്ലെ, ഓരോരുത്തടത്തും നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത്. ഒരേ സാധനം തന്നെ എല്ലായിടത്തും എറിഞ്ഞാൽ അത് ശരിയായില്ല, അത് പാളും. അങ്ങനെ ഒരു പാളിച്ച ധ്യാനിൽ പല സമയത്തും കാണുന്നുണ്ട്. വേദികളിലും കാണുന്നുണ്ട്. നമ്മൾ വേദി അറിഞ്ഞ് സംസാരിക്കണം, ഇടമറിഞ്ഞ് പെരുമാറണം. അതാണ് ഒരു പക്വത. ഞാനങ്ങ് ഇറങ്ങും. ഈ കാക്കമധുവിനെ കുറിച്ച് ഈ നാട്ടിലൊക്കെ ചോദിച്ചാൽ അറിയാം. നിന്റെ പുരയിടം മുഴുവനും തൂറി നാറ്റിക്കും. അല്ലാതെ നമ്മൾ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ എല്ലായിടത്തും ചെന്ന് അത് കാണിച്ചാലോ, അത് ലാളിത്യം അങ്ങനെ കൂട്ടാൻ പറ്റുമോ? അത് വലിയൊരു പോയിന്റ് അല്ലടോ. അല്ലെങ്കിൽ സുതാര്യമായിട്ട് സംസാരിക്കുന്ന ആൾ, ഫോർമാലിറ്റികളൊന്നും ഇല്ലാതെ പെരുമാറുന്ന ആൾ, അത് ശരിയാണ് എന്ന് തോന്നുന്നില്ല. ഫോർമാലിറ്റി കാണിക്കേണ്ടടുത്ത്, മാനേഴ്സ് കാണിക്കേണ്ടടുത്ത് അത് കാണിക്കുക തന്നെ വേണം എന്ന ഒരു പക്ഷക്കാരിയാണ് ഞാൻ. ഒരു സിനിമ പൊട്ടുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഒരുപാട് കോടികളാണ് ആ പ്രൊഡ്യൂസർക്ക് നഷ്ടം. അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ വികാരാധീനയാണ് സംസാരിക്കുന്നത്, വളരെ ഗൗരവത്തോടെയാണ് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ അങ്ങ് കളിയാക്കുന്നു, വെറുതെ ചിരിക്കുകയാണ്. വലിയ ആള് ആണ്, അല്ലെങ്കിൽ എല്ലാവരും അങ്ങ് എൻജോയ് ചെയ്യുകയാണ് നമ്മുടെ വളിപ്പ് എന്ന് കരുതാതിരിക്കുക. എന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഇതിലൊക്കെ ചില രീതികളും മര്യാദകളൊക്കെ ഉണ്ട്. താൻ ആദ്യം അതൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ ഇതുപോലെ നടന്നാൽ മതിയാ.